ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇടുക്കി അടിമാലിയിൽ കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ. വീടിന് മുകളിലേക്ക് മണ്ണു പതിച്ചു. മണ്ണിനടിയിൽപ്പെട്ടയാളെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. മച്ചിപ്ലാവ് ചുരക്കട്ടൻകുടി ഉന്നതിയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. അതേസമയം ആലപ്പുഴയിൽ കനത്ത മഴയിൽ ദേശീയപാതയോരത്തെ വീടുകളിൽ വെള്ളം കയറി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. എറണാകുളം, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ലാൽകൃഷ്ണൻ അടിമാലിയിൽ നിന്നും, അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്നും, ഒപ്പം കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി മേഘന മുരളി തിരുവനന്തപുരത്തു നിന്നും ചേരും. ലാൽ, ഈ മണ്ണിനടിയിൽപ്പെട്ടയാൾ, ആ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് അതിനടിയിൽപ്പെട്ടയാളുടെ ആരോഗ്യനില എങ്ങനെ? ആ വീട്ടിൽ ഒരാൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? കൂടുതൽ അപകടങ്ങൾ ഇല്ലല്ലോ അവിടെ, അല്ലേ? വിജയകുമാർ, ചൂരക്കട്ടൻകുടിയിൽ മാങ്കൂയിൽ രാഹുൽ എന്ന് പറയുന്ന യുവാവാണ് അപകടത്തിൽപ്പെട്ടത്. രാഹുലിന്റെ കുടുംബത്തിലുണ്ടായിരുന്നവരെല്ലാം മറ്റൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ബന്ധു വീടുകളിൽ പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് പറയാം. ഈ രാഹുലിന്റെ വീടിന്റെ പിൻഭാഗത്താണ് വലിയ രീതിയിലുള്ള മൺതിട്ട ഇടിഞ്ഞു വീണത്. ഈ വലിയ ശബ്ദം കേട്ട് അത് എത്തി നോക്കുന്ന സമയത്ത് രാഹുലിന്റെ മേത്തേക്ക് മണ്ണ് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. അഗ്നിരക്ഷാ സേനയും മറ്റും അവിടെ എത്തുന്ന സമയത്ത് ഏകദേശം അരഭാഗത്തോളം ശരീരത്തിന്റെ പകുതി ഭാഗത്തോളം മണ്ണിൽ പൂഴ്ന്ന നിലയിൽ രാഹുൽ ഇരിക്കുകയായിരുന്നു. വീണ്ടും ചെളിയും മണ്ണും കട്ടയും മാറ്റിയാണ് രാഹുലിനെ അഗ്നിരക്ഷാസേന പുറത്തെത്തിച്ച് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. രാഹുലിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. പക്ഷേ പ്രദേശത്ത് ഇപ്പോഴും മഴ നന്നായി തന്നെ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ശക്തമായ മഴയാണ്. അടിമാലി മേഖലയിൽ വൈകിട്ട് 3 മണിക്ക് തുടങ്ങിയതാണ് മഴ. ഇപ്പോഴും തോർന്നു എന്ന് പറയാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അടിമാലിയിലെ പ്രധാനപ്പെട്ട പുഴയായ ദേവിയാർ പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ഈസ്റ്റേൺ കമ്പനിയുടെ പുറകുവശത്തടക്കമുള്ള വീടുകളിൽ നേരിയ തോതിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ആളുകൾക്ക് ആശങ്കയുണ്ട്. മഴ മാറി നിന്നാൽ വെള്ളം പെട്ടെന്ന് ഇറങ്ങി പോകുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ മഴ പൂർണ്ണമായി തോർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പലരും മറ്റിടങ്ങളിലേക്ക്, സുരക്ഷിതമായ മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ പറയാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടവും ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. യെസ്, പലയിടത്തും മണിക്കൂറുകളായി കനത്ത മഴ തുടരുന്നുണ്ട് എന്ന വിവരം സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ അത് ചെറുതല്ലാത്ത ആശങ്കയും ഇപ്പോഴുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളാണ് അടിമാലിയിൽ നിന്ന് ലാൽകൃഷ്ണൻ പങ്കുവയ്ക്കുന്നത്. അവിടെ ആ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ആ വീട്ടിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ വീട്ടിലെ മറ്റ് അംഗങ്ങളൊക്കെ ബന്ധുവീടുകളിലേക്കൊക്കെ പോയിരുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത്. അതുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അയാൾ ആശുപത്രിയിലാണ് ഇപ്പോൾ. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, അവിടെ ഈ കനത്ത മഴയെ തുടർന്ന് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചില മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി വലിയ തോതിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അത് ഏതൊക്കെ മേഖലകളിലാണ് പ്രശ്നം? അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടോ അവിടെ? വിജയകുമാർ, ഇതുവരെ യാതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത്. ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന പ്രദേശമാണ്. അവിടെ മാളികമുക്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഓട നിർമ്മാണത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. വെള്ളം ഒഴുകിപ്പോകാനുള്ള യാതൊരു സംവിധാനവും അവിടെ സജ്ജീകരിച്ചിട്ടില്ല. അതിന്റെ ഒഴുകിപ്പോകാനുള്ള ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് മൂടിയിട്ടത് കൊണ്ട് തന്നെ ഈ ഭാഗം വെള്ളം നിറഞ്ഞ് വീടുകളിലേക്കും സമീപത്തെ കടകളിലേക്കും ഒക്കെ കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ 4 മണി മുതൽ തുടങ്ങി 7 മണി വരെ തുടർച്ചയായി പെയ്ത ശക്തമായ മഴയായിരുന്നു ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത്. ഈ മഴയിൽ നിറഞ്ഞ് വെള്ളം വീടുകളിലേക്കും കടകളിലേക്കും കയറിയിട്ടുണ്ട്. ഇപ്പോഴും അത് ഇറങ്ങിയിട്ടില്ല. പഞ്ചായത്ത് മെമ്പറേയും ഒപ്പം ഇവിടുത്തെ ജില്ലാ കളക്ടറിലെ ഓഫീസർമാരെയും എല്ലാം വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചെങ്കിലും ഇതുവരെയും അവരുടെ വീടുകളിൽ നിന്ന് വെള്ളം ഇറക്കാനോ ബദൽ സംവിധാനം ഒരുക്കാനോ ഉള്ള യാതൊരു ഇടപെടലും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന പരാതി ജനങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോഴും അവർ വീടുകൾക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വാർഡ് മെമ്പറെ അടക്കം വിളിച്ചെങ്കിൽ അവർ ഈ വിഷയത്തിൽ ഇടപെടുന്നേ ഇല്ല എന്ന പരാതിയാണ് അവർ പറയുന്നത്. ഇപ്പോഴും ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇനി രാത്രി കൂടി മഴ പെയ്താൽ അതീവ ദുഷ്കരമാകും ഇവരുടെ താമസം, രാത്രിയിലെ ജീവിതം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇപ്പോഴും വീടുകളിൽ വെള്ളം തുടരുകയാണ്. മഴ രാത്രി വീണ്ടും തുടരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും ചെറിയ രീതിയിൽ മഴ തുടരുന്നുണ്ട്. അത് രാത്രി ശക്തമാകുമോ എന്ന ആശങ്കയാണ് ഈ മാളികമുക്കിലെ ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. വിജയകുമാർ. യെസ്, ആലപ്പുഴ മാളികമുക്കിലെ ആ മേഖലയിലാണ് ജനങ്ങൾ വലിയ തോതിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന. വീടുകളിലേക്ക് വെള്ളം കയറി. മഴ അല്പം തോർന്നിട്ടുണ്ട്. പക്ഷേ രാത്രി വീണ്ടും മഴ പെയ്താൽ ആ മേഖലയിലെ ജനങ്ങൾ അവരുടെ ജീവിതം കുറെ കൂടി സങ്കീർണമാകും. എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഈ രാത്രിയിൽ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. മധ്യ കേരളത്തിൽ കനത്ത മഴ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. മേഘന, എന്താണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്? ഈ തുലാവർഷം തുടങ്ങിയ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ
കനത്ത മഴയാണ് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ലഭിക്കുന്നത് അല്ലേ? തീർച്ചയായും മധ്യ തെക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ വരും ദിവസവും പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പായി വരുന്നത്. അതിൽ ഇന്ന് രാത്രി വൈകിയും തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകൾ, അതുപോലെ തന്നെ കോട്ടയവും എറണാകുളവും അടക്കമുള്ള ജില്ലകളിൽ രാത്രി വൈകിയും അതിശക്തമായ മഴ പ്രതീക്ഷിക്കണമെന്നുള്ളതാണ്. അതിൽ കോട്ടയം എറണാകുളം ജില്ലകൾക്കാണ് ഇപ്പോൾ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ തെക്കൻ മധ്യ കേരളത്തിൽ മുഴുവനായും, അത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. അങ്ങനെ മഴ പെയ്യും. അത് നാളെയും, അത് 17-ാം തീയതി വരെ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ നാളെയും ഈ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. അങ്ങനെ മഴ ശക്തമായി തന്നെ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതിന് കാരണമായി പറയുന്നതും അത് അറബിക്കടലിലെ ഒരു ന്യൂനമർദ്ദ സാധ്യതയും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ നിലവിലുള്ള ചക്രവാത ചുഴിയുമാണ് മഴ ശക്തമാകാനുള്ള കാരണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇടിമിന്നൽ സാധ്യത, അത് അതീവ ജാഗ്രതയോടുകൂടി തന്നെ ഇടിമിന്നലിനെ കരുതൽ എടുക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. നാളെ മുതൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് അത് വടക്കൻ ജില്ലകളിൽ മഴ ഒന്ന് കുറയും. പക്ഷേ തെക്കൻ മധ്യ ജില്ലകളിലാണ് ഇപ്പോൾ അതിശക്തമായ മഴ പ്രതീക്ഷിക്കേണ്ടത്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴ അത് 17-ാം തീയതി വരെ തുടരും. അതിൽ തന്നെ മധ്യ കേരളത്തിൽ കുറെ കൂടി കനത്ത മഴയുണ്ടാകും എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുള്ളത്. അതേസമയം ഈ മഴയ്ക്കൊപ്പം വലിയ തോതിൽ ഇടിമിന്നൽ ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഇന്ന് കണ്ണൂർ നെടിയേങ്ങ കക്കണ്ണംപാറയിലാണ് 2 അതിഥി തൊഴിലാളികൾക്ക് ഈ ഇടിമിന്നലേറ്റു ദാരുണാന്ത്യം സംഭവിച്ചത്. ചെങ്കൽ തൊഴിലാളികളായ അസം സ്വദേശി ജോസ് നസ്രീം, ഒഡീഷ സ്വദേശി രാജേഷ് എന്നിവരാണ് മരിച്ചത്. ചെങ്കൽ ക്വാറിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഇവർക്ക് മിന്നലേറ്റത്. ഒഡീഷ സ്വദേശി ഗൗതമിന് പരിക്കേറ്റിട്ടുണ്ട്. മലപ്പുറം കൊണ്ടോട്ടിയിലും 2 പേർക്ക് മിന്നലേറ്റു. കെട്ടിട നിർമ്മാണ തൊഴിലാളികളായ സിറാജുദ്ദീൻ, അബ്ദുൾ റഫീഖ് എന്നിവർക്കാണ് മിന്നലേറ്റത്. ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് പറയേണ്ട ഒരു വിവരം കൂടി വരുന്നുണ്ട്. അത് പത്തനംതിട്ടയിലാണ്. അവിടെ ഏനാദിമംഗലത്ത് ഒരു ക്ഷീര കർഷകൻ ഷോക്കേറ്റു മരിച്ചു ഇന്ന് വൈകിട്ട്. അത് ഈ മഴ നനയാതിരിക്കാൻ ഒരു വീട്ടിൽ കയറി നിന്നപ്പോഴാണ് ഷോക്കേറ്റത്. ഈ ആൾത്താമസമില്ലാത്ത ഒരു വീടായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഷോക്കേറ്റത്. ക്ഷീര കർഷകനായ ശശിധരൻ ഉണ്ണിത്താനാണ് വൈകുന്നേരം ഈ മഴയ്ക്കിടെ ഷോക്കേറ്റ് മരിച്ചത്. പത്തനംതിട്ടയിൽ നിന്ന് ആ വിവരം കൂടി വരുന്നുണ്ട്. കൊച്ചി പള്ളുരുത്തി സെയിന്റ് റീത്ത സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനിയെ വിലക്കിയ സംഭവത്തിൽ സ്കൂളിന് വീഴ്ചയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥിനിക്ക് ഹിജാബ് ധരിച്ച് തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണം. ഹിജാബിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നാളെ 11-ന് മുൻപായി സമർപ്പിക്കാൻ സ്കൂൾ പ്രിൻസിപ്പലിനും മാനേജർക്കും വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി. അതേസമയം മന്ത്രി വിഷയം വഷളാക്കുകയാണെന്ന് സ്കൂൾ മാനേജ്മെന്റിന്റെ അഭിഭാഷക അഡ്വക്കേറ്റ് വിമല ബിനു പ്രതികരിച്ചു. സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ കുട്ടിയുടെ പിതാവ് തന്നെ സ്കൂൾ മാനേജ്മെൻറ്റ് നിഷ്കർഷിക്കുന്ന സ്കൂൾ യൂണിഫോം പാലിച്ചുകൊണ്ട് സ്കൂളിൽ ഹാജരാവാൻ കുട്ടി നാളെ മുതൽ ഹാജരാവാൻ തയ്യാറാണെന്നും അറിയിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിലപാട് എടുത്തിരിക്കുന്നതെന്നുള്ളത് അത്യന്തം ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ്. അതേസമയം സ്കൂളിന്റെ നിയമാവലി പാലിക്കാൻ തയ്യാറാണ് എന്ന് കുട്ടിയുടെ പിതാവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. മാനസികമായിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ വരെ പോസ്റ്റുകൾ ഇറക്കി. ഞാൻ സാധാരണ കുടുംബം നയിക്കുന്ന എന്നെ ഇങ്ങനെ വലിച്ചേക്കേണ്ട ഒരു കാര്യമില്ല. അവർക്ക് രാഷ്ട്രീയ നേട്ടത്തിന് വേറെ എന്തോരം വഴികളുണ്ട്. ഇവിടെ പഠിക്കുന്ന പിള്ളേരെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അവരുടെ വിദ്യാഭ്യാസം മുടക്കിക്കൊണ്ട് ഇങ്ങനെ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? ആൻമരിയ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ആൻമരിയ, ഇതിൽ വീണ്ടും ഇത് സങ്കീർണമാവുകയാണോ സാഹചര്യം? എന്താണ് ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷം ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം? വിജയകുമാർ, തീർച്ചയായിട്ടും പ്രശ്നത്തിന് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് ഇന്ന് ഉച്ചയോടുകൂടി കടന്നതാണ്. അത് സ്കൂൾ മാനേജ്മെന്റുമായി പിതാവ് നടത്തിയ ചർച്ചയിലാണ് അക്കാര്യം വ്യക്തമാക്കിയതും. പിതാവ് തന്നെയാണ് ആ കാര്യം വ്യക്തമാക്കിയത്. സ്കൂളിന്റെ യൂണിഫോമുമായി ബന്ധപ്പെടുന്ന രീതി അല്ലെങ്കിൽ സ്കൂളിന്റെ നിയമാവലി അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് പിതാവ് വ്യക്തമാക്കുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രി വി ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അത് ഇങ്ങനെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സ്കൂളിന് പൂർണ്ണമായിട്ടും സംഭവവുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. വലിയ തരത്തിലുള്ള ഒരു കൃത്യവിലോപമാണ് ഈ വിഷയവുമായി അവിടെ
നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് സ്കൂളിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനുള്ള റിപ്പോർട്ട് ഈ 11 മണിക്ക് മുൻപായിട്ട് എത്തിക്കണമെന്നും മന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലായിട്ട് കുറിക്കുന്നു. ഇതിനെതിരെ ഈ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് രംഗത്ത് വന്നിരിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റ് അറിയിക്കുന്നത് ഇങ്ങനെയാണ്: മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ഒരു ഓർഡർ അവർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ ഓർഡർ ലഭിക്കുന്നതിന് മുൻപ് മന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത് ശരിയായിട്ടില്ല. പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടായ സാഹചര്യത്തിൽ അതിനുശേഷം ഇത്തരത്തിലൊരു നിലപാടുമായിട്ട് മന്ത്രി മുന്നോട്ട് വന്നത് എന്തുകൊണ്ടാണ് എന്നും അവർക്കറിയത്തില്ല എന്ന തരത്തിൽ, അതായത് മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയായിട്ടാണ് സ്കൂൾ മാനേജ്മെന്റ് എന്തായാലും രംഗത്ത് വന്നിരിക്കുന്നത്. നാളെ രാവിലെ 8:45 2 ദിവസം സ്കൂൾ അടഞ്ഞു കിടക്കുകയായിരുന്നു. ചില പ്രശ്നങ്ങളെ തുടർന്ന് 2 ദിവസം സ്കൂള് ഹൈക്കോടതിയുടെ സംരക്ഷണയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിന് അവധിയുമായിരുന്നു. നാളെ ഈ അവധിക്ക് ശേഷം നാളെ 8:45 സ്കൂൾ ടൈം. ഈ സമയത്ത് സ്കൂൾ തുറക്കും. പിന്നീട് സ്കൂൾ മാനേജ്മെന്റും മറ്റ് അധികൃതരും തമ്മിലുള്ള ചർച്ചയുണ്ടാകും. അതിന് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ അടക്കം പങ്കെടുക്കും. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും സ്കൂളിന്റെ നിലപാട് എന്ത്, ഇക്കാര്യത്തിൽ സ്കൂളിന്റെ നിലപാട് എന്ത് എന്നുള്ള കാര്യം വ്യക്തമാക്കുക. ഇതിനകത്ത് രാവിലെ കുട്ടിയുടെ പിതാവ് സ്കൂൾ നിയമാവലി അനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും അക്കാര്യത്തിൽ കുട്ടിയുടെ പിതാവിനുള്ള ഒരു ചെറിയ ആശങ്കയും കുട്ടിയുടെ പിതാവ് അറിയിച്ചതാണ്. ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ടുള്ളൊരു നാളെ ഒരു ചർച്ച, പൂർണ്ണമായിട്ടുള്ളൊരു ചർച്ച, അത് അഭിഭാഷകയുടെ നേതൃത്വത്തിലുമായിരിക്കും ഈ ചർച്ച നടക്കുക. ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ മന്ത്രിക്ക് നൽകേണ്ട റിപ്പോർട്ടിലും ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. എന്തായാലും പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടായതിനു ശേഷം മന്ത്രിയുടെ ഈ നിലയിലുള്ള ഒരു പ്രസ്താവന, അതിനെതിരെയായിട്ടാണ് ഇപ്പോൾ സ്കൂളിന്റെ നിലപാട്. വിജയകുമാർ. യെസ്, കൊച്ചി പള്ളുരുത്തി സെയിന്റ് റീത്ത സ്കൂള് ഈ തർക്കങ്ങൾക്കിടെ 2 ദിവസമായി അടച്ചിട്ടിരിക്കുകയാണ്. സ്കൂളിന് പോലീസ് സംരക്ഷണമൊക്കെ ഉറപ്പാക്കാൻ കോടതി ഉത്തരവുണ്ട്. നാളെ സ്കൂൾ വീണ്ടും തുറക്കുകയാണ്. ആ ഘട്ടത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ അറിയിക്കാം. അതിൽ ഈ മന്ത്രി ഇക്കാര്യത്തിൽ സൂചിപ്പിച്ച നിർദ്ദേശങ്ങളിൽ എന്ത് തീരുമാനമെടുക്കുമെന്നത് ആ ഘട്ടത്തിൽ അറിയിക്കാം എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. പാലക്കാട് പോത്തുണ്ടി സജിത വധക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരൻ. മറ്റന്നാൾ ശിക്ഷ വിധിക്കും. പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പറഞ്ഞത്. കോടതി വിധിയോട് കൂസലില്ലാതെയായിരുന്നു ചെന്താമരയുടെ പ്രതികരണം. 6 വർഷത്തിന് ശേഷമാണ് നാടിനെ നടുക്കിയ കൊലപാതക കേസിലെ വിധി. ഭാര്യയും മക്കളും തന്നെ വിട്ടുപോയതിന് കാരണം സജിതയാണെന്ന ചെന്താമരയുടെ സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. 2019 ഓഗസ്റ്റ് 31 സംഭവം. അടുക്കളയിൽ പാചകം ചെയ്യുന്നതിനിടെ സജിതയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ പ്രതി ചെന്താമരയുടെ ഭാര്യ ഉൾപ്പെടെ 67 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. കേസിൽ നിർണായകമായത് സജിതയുടെ വീട്ടിൽ കണ്ട ചെന്താമരയുടെ കാൽപ്പാടുകൾ. ഒന്നും പറയാനില്ലെന്ന കോടതിയിൽ ചെന്താമരയുടെ പ്രതികരണം. ഈ കേസിൽ ഫുട് പ്രിൻ്റാണ്, പിന്നെ അയാളുടെ ഈ പ്രതിയുടെ ഷർട്ടിൻ്റെ പീസ്, ഇതെല്ലാം ഈ പ്രതിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സംഭവ ദിവസം തന്നെ പോലീസിന് മുഴുവനും കിട്ടിയിട്ടുണ്ട്. ഈ ഷർട്ട് അയാളുടെയാണ് എന്ന് അയാളുടെ ഭാര്യ വന്ന് കൊടുത്ത മൊഴി കോടതി അങ്ങേയറ്റം അത് സ്വീകരിച്ചിട്ടുണ്ട്. വിധിയിൽ സന്തോഷമുണ്ടെന്നായിരുന്നു സജിതയുടെ കുടുംബത്തിന്റെ പ്രതികരണം. 16-ാം തീയതി കഴിയട്ടെ വേണം, എന്നിട്ട് എന്താ തീരുമാനിക്കട്ടെ. കിട്ടട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ആശ്വാസമുണ്ട്. കേസിലെ പ്രധാന സാക്ഷി പുഷ്പ ചെന്താമരയെ ഭയന്ന് തമിഴ്നാട്ടിലേക്ക് പോയെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സജിത കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം ജനുവരിയിലാണ് ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരൻ, ഭർത്തൃമാതാവ് ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയത്. 24 പാലക്കാട്. രാജ്യത്തെ നടുക്കി ഡൽഹിയിൽ വീണ്ടും കൂട്ടബലാത്സംഗം. ക്യാമ്പസിനുള്ളിലാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി അതിക്രൂര പീഡനത്തിനിരയായത്. സുരക്ഷാ ഉദ്യോഗസ്ഥനും 2 വിദ്യാർത്ഥികളും ചേർന്ന് പീഡിപ്പിച്ചു എന്നാണ് പരാതി. വിദേശ വിദ്യാർത്ഥികളടക്കം പഠിക്കുന്ന ഡൽഹിയിലെ സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയിലാണ് രാജ്യത്തെ നടുക്കിയ പീഡനം. 1ാം വർഷ ബിടെക് വിദ്യാർത്ഥിനിയാണ് പീഡനത്തിന് ഇരയായത്. ഞായറാഴ്ച രാത്രി ക്യാന്റീനിലേക്ക് പോകും വഴി 4 പേർ ചേർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി. വസ്ത്രങ്ങൾ കീറിയ നിലയിൽ കുട്ടിയെ അബോധാവസ്ഥയിൽ സുഹൃത്തുക്കൾ ക്യാമ്പസിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് പോലീസിനെ വിവരമറിയിച്ചത്. യൂണിവേഴ്സിറ്റിയിലെ സുരക്ഷാ ഗാർഡും 2 വിദ്യാർത്ഥികളും ചേർന്ന് പീഡിപ്പിച്ചുവെന്നാണ് പരാതി. മണിക്കൂറുകളോളം നടപടിയില്ലാത്തതിനെ തുടർന്ന് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. തുടർന്ന് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ മൈതാൻഗഡി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, അപായപ്പെടുത്താൻ ശ്രമിക്കലടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് FIR. പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും അതിനോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു. 24 ഡൽഹി.
തിരുവനന്തപുരം പൊഴിയൂരിൽ പശ്ചിമബംഗാൾ സ്വദേശികളായ വിനോദസഞ്ചാരികൾക്ക് നേരെ ബിയർ കുപ്പി കൊണ്ട് ആക്രമണം. 3 വയസ്സുകാരിക്ക് ഗുരുതര പരിക്കേറ്റു. വൈകിട്ട് കുടുംബം ബോട്ടിംഗ് നടത്തുന്നതിനിടെ കരയിൽ നിന്ന് യുവാവ് ബിയർ കുപ്പി എറിയുകയായിരുന്നു. അക്രമം നടത്തിയ വെട്ടുകാട് സ്വദേശി സനോജിനെ ബോട്ട് ജീവനക്കാർ പിന്നീട് കീഴ്പ്പെടുത്തി. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, ആ കുഞ്ഞിന്റെ ആരോഗ്യനില എങ്ങനെ? കുഞ്ഞിന്റെ ആരോഗ്യനില, അതായത് അപകടനില തരണം ചെയ്തു. നെയ്യാറ്റിൻകര ആശുപത്രിയിലാണ് കുഞ്ഞിനെ വൈകിട്ട് 6 മണിയോടുകൂടി പ്രവേശിപ്പിച്ചത്. ഈ വെട്ടുകാട് സ്വദേശി സനോജ് എന്തിനാണ് ഈ രീതിയിൽ മദ്യക്കുപ്പി എറിഞ്ഞതെന്നുള്ള കാര്യത്തിൽ പോലീസ് വ്യക്തമാക്കുന്നു. ഇയാൾ അമിതമായി മദ്യലഹരിയിലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് പശ്ചിമബംഗാൾ സ്വദേശികളായ 7 അംഗ കുടുംബം കേരളത്തിലേക്ക് എത്തിയത്. ഇന്ന് ഉച്ചയ്ക്കാണ് അവർ തിരുവനന്തപുരം പൊഴിയൂരിലെത്തിയത്. അവിടെ ഒരു ജലാശയത്തിൽ ബോട്ടിംഗ് നടത്തുന്ന സമയത്താണ് ഈ ബോട്ടിലുണ്ടായിരുന്ന അമ്മയുടെ നേർക്കാണ് ബോട്ടിൽ വലിച്ചെറിഞ്ഞത്. മദ്യക്കുപ്പി, ബിയറിന്റെ കുപ്പി വലിച്ചെറിഞ്ഞത്. അങ്ങനെ അമ്മയുടെ കയ്യിലിരുന്ന കുഞ്ഞിന്റെ തലയിലേക്ക് വീണ് ഈ ബിയർ കുപ്പി വീണ് തലയിൽ വെച്ച് തന്നെ പൊട്ടുകയായിരുന്നു. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റു. അവിടെ വെച്ച് തന്നെ രക്തം വാർന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഈ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ആർക്ക ദാസിന്റെ മകൾ 3 വയസ്സുകാരി അനൂപ ദാസിന്റെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റതാണെങ്കിൽ അപകടനില തരണം ചെയ്തു. ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നെയ്യാറ്റിൻകര ആശുപത്രിയാണ്. കുഞ്ഞ് നിലവിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. പൊഴിയൂർ പോലീസാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത്. വിജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും നടപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പ്രതിപട്ടികയിൽപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി കോടതി ഉത്തരവിന് അനുസരിച്ചുണ്ടാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് കൂടുതൽ പേർക്കെതിരെ നടപടി. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. സ്വർണം പൊതിഞ്ഞ ചെമ്പ് തകിടുകളാണ് ദ്വാരപാലക ശില്പങ്ങളിൽ എന്നറിഞ്ഞിട്ടും ചെമ്പ് തകിടുകൾ എന്നെഴുതിയ മഹസറിൽ സാക്ഷിയായി ഒപ്പിട്ടത് സുനിൽകുമാറാണ്. ദേവസ്വം ഇന്റലിജൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നതിനു പിന്നാലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ബി മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. സമാനമായ നടപടി തന്നെ സുനിൽകുമാറിനെതിരെയും സ്വീകരിക്കുകയായിരുന്നു. അതേസമയം പ്രതിപട്ടികയിലുള്ള വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പൂർത്തിയായ ശേഷമേ ഉണ്ടാവൂ. ഇക്കാര്യത്തിൽ ബോർഡ് നിയമോപദേശം തേടിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് പ്രത്യേക അന്വേഷണ സംഘം ഔദ്യോഗികമായി അന്വേഷണം ആരംഭിച്ച ശേഷം ആദ്യമായാണ് അന്വേഷണ സംഘം ദേവസ്വം ആസ്ഥാനത്തെത്തുന്നത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും തുടരുകയാണ്. ദേവസ്വം ബോർഡ് നിർണായക യോഗം ചേർന്ന ദിവസം തന്നെയാണ് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ആസ്ഥാനത്തെത്തിയത്. സ്വർണ്ണപ്പാളിയിലെ രേഖകളിലാണ് പരിശോധന. ദേവസ്വം വിജിലൻസ് SP അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും അന്വേഷണ സംഘം കണ്ട് വിവരങ്ങൾ തേടി. ഫയലുകൾ പരിശോധിച്ചു. എന്നാൽ ബോർഡ് അംഗങ്ങളിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടില്ല. അന്വേഷണ സംഘത്തിൽ പൂർണ്ണ വിശ്വാസമെന്ന് ആവർത്തിക്കുകയാണ് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു ഏജൻസിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഉറപ്പായും ഈ അന്വേഷണ ഏജൻസി ഞങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതനുസരിച്ച് നഷ്ടപ്പെട്ടു പോയ സ്വത്തുക്കൾ വീണ്ടെടുക്കുന്ന കാര്യത്തിലായാലും കുറ്റവാളികളെ കണ്ടെത്തുന്ന കാര്യത്തിലായാലും അവർക്ക് തക്കതായ ശിക്ഷ നൽകുന്ന കാര്യത്തിലായാലും അത് നടന്നിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ കുറ്റക്കാരാണെന്ന് പരാമർശിക്കപ്പെട്ട വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് ദേവസ്വം ബോർഡ് വിശദീകരണം തേടി നോട്ടീസ് അയച്ചിട്ടുണ്ട്. 10 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. കേസിലെ മുഖ്യപ്രതിയും സൂത്രധാരനുമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തേക്കും. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് നടത്തിയ ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സംശയം. നിർണായകമായ ചില രേഖകൾ സ്ഥാപനത്തിലില്ലാത്തതാണ് സംശയത്തിന് കാരണം. CEO പങ്കജ് ഭണ്ഡാരിയെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണവും നടത്തും. 24 തിരുവനന്തപുരം. ശബരിമല വിവാദങ്ങൾ ഉയർത്തി കോൺഗ്രസ് നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്രകൾക്ക് തുടക്കം. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും മുഖ്യമന്ത്രിയെയും ദേവസ്വം ബോർഡിനെയും കടന്നാക്രമിച്ചു. 4 മേഖലകളിൽ നിന്നാണ് കോൺഗ്രസ് ജാഥ സംഘടിപ്പിക്കുന്നത്. ശബരിമലയിൽ ഇപ്പോൾ നടന്നത് സ്വർണ്ണക്കവർച്ച മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള കച്ചവടമാണ് ദേവസ്വം ബോർഡ് നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കാസർഗോട്ട് പറഞ്ഞു. ദ്വാരപാലക വിഗ്രഹം വിറ്റതും കട്ടളയും വാതിലും സ്വർണം പൂശിയിലൊക്കെ അടിച്ചു മാറ്റിയതൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു. 22 അറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം അറിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായി കേസെടുത്തില്ല?
ശബരിമലയിൽ മോഷണം നടത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ് മോഷ്ടിച്ചതെന്നും സണ്ണി ജോസഫ് പാലക്കാട് തൃത്താലയിൽ പറഞ്ഞു. അയ്യപ്പന്റെ സ്വത്ത് തൊട്ടാൽ തൊട്ടവന്റെ കൈ പൊള്ളുമെന്ന് K. മുരളീധരൻ പറഞ്ഞു. പിണറായി വിജയൻ ഒരവസരം കൂടി നൽകിയാൽ അയ്യപ്പനെ വിഴുങ്ങുമെന്നും K. മുരളീധരൻ കൂട്ടിച്ചേർത്തു. അയ്യപ്പന്റെ സ്വത്ത് തൊട്ടാൽ തൊട്ടവന്റെ കൈ പൊള്ളും. പല അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട്. കാശെടുത്ത ചിലർക്കൊക്കെ കണ്ണിന്റെ കാഴ്ച പോയിട്ടുണ്ട്, കൈക്കോ കാലിനോ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് തന്നെ അല്പം ചിത്തഭ്രമവും ബാധിച്ചിട്ടുണ്ട്. അത് ഇതിന് ഒരു കാരണം കൊണ്ടാണ്. അധികം കട്ടുമെന്ന് പറയുന്നില്ല, കട്ടയിന് കൂട്ടുന്നു. തിരുവനന്തപുരത്തെ വിശ്വാസ സംരക്ഷണ യാത്ര UDF കൺവീനർ അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക് 24. ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയിൽ ആചാര ലംഘനമെന്ന് ക്ഷേത്രം തന്ത്രി. ദേവന് നേദിക്കുന്നതിന് മുൻപ് വള്ളസദ്യ മന്ത്രിക്കു നൽകിയത് ആചാര ലംഘനമെന്ന് കാട്ടി ദേവസ്വം ബോർഡിന് തന്ത്രി കത്തു നൽകി. പരിഹാരക്രിയ ചെയ്യണം എന്ന് കത്തിൽ തന്ത്രി നിർദ്ദേശിക്കുന്നുണ്ട്. അതേസമയം ആചാര ലംഘനം ഉണ്ടായിട്ടില്ല എന്നും മന്ത്രിക്ക് നൽകിയത് വള്ളസദ്യ അല്ല എന്നും പള്ളിയോട സേവാ സംഘം പ്രതികരിച്ചു. വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് CPIM ആരോപിക്കുന്നു. AV ജയശങ്കർ വിവരങ്ങൾ നൽകും. പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ, ഇത് തന്ത്രി ദേവസ്വം ബോർഡിന് അയച്ച കത്താണ് പുറത്തു വന്നത്. അതിൽ ഈ ആചാര ലംഘനത്തിൻ്റെ വിവരങ്ങളുണ്ട്, എന്തൊക്കെ പരിഹാരക്രിയകൾ വേണമെന്നുമുണ്ട്. തന്ത്രി അങ്ങനെ ഒരു നിലപാടെടുക്കുകയും അത് ക്ഷേത്രത്തിൻ്റെ അധികാരി എന്ന നിലയിൽ അദ്ദേഹം അത് ദേവസ്വം ബോർഡിനെ അറിയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പിന്നീട് CPIM പള്ളിയോട സേവാ സംഘവും ഒക്കെ നൽകുന്ന വിശദീകരണത്തിന് എത്ര പ്രസക്തിയുണ്ട് ജയശങ്കർ? അതായത് വിജയകുമാർ, ഈ ആറന്മുള ക്ഷേത്രത്തിൽ ആചാരലംഘനം നടന്നിട്ടില്ലെന്നാണ് CPIM ഇപ്പോൾ വിശദീകരണക്കുറിപ്പ് നൽകുന്നത്. ഈ ഭഗവാനെ നേദിക്കുന്നതിന് മുമ്പ് ദേവസ്വം മന്ത്രിക്ക് സദ്യ വിളമ്പിയെന്നത് തെറ്റായ പ്രചരണമെന്നാണ് CPIM ഫേസ്ബുക്കിലൂടെ നിലവിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമമാണ് നടക്കുന്നത്. ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ലെന്നും CPIM ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് ഈ വാർത്താക്കുറിപ്പ്. ഒപ്പം തന്നെ ഈ പള്ളിയോട സേവാ സംഘവും ഇത്തരം ആചാരലംഘനം എന്ന തന്ത്രിയുടെ കത്തിനെ തള്ളുകയാണ്. ഈ കാര്യത്തിൽ വ്യക്തത വരുത്താൻ തന്ത്രിയെ സമീപിക്കും. ആചാരലംഘനം ഉണ്ടായിട്ടില്ല. മന്ത്രിക്ക് നൽകിയത് വള്ളസദ്യയല്ല. വള്ളസദ്യയിൽ പള്ളിയോടം പ്രതിനിധികൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ പള്ളിയോട സേവാ സംഘത്തിന്റെ പ്രതികരണം. എന്തായാലും തന്ത്രി പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ആചാരലംഘനം നടന്നുവെന്നും അതിന് പരിഹാര ക്രിയകൾ നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയത്. പക്ഷേ CPIM ഒപ്പം തന്നെ പള്ളിയോട സേവാ സംഘവും നിഷേധിക്കുന്നു. ഇനി ദേവസ്വം മന്ത്രിക്ക് ഈ വിഷയത്തിൽ എന്താണെന്ന് പറയാനുള്ളതെന്നാണ് അറിയേണ്ടത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്ത് വന്നിട്ടുമില്ല. വിജയകുമാർ. യെസ്, ഭഗവാന്റെ പേരിൽ കള്ളം പറയരുത്, പറഞ്ഞാൽ ഭഗവാൻ അത് പൊറുക്കില്ല എന്നാണ് CPIM ഇക്കാര്യത്തിൽ നൽകുന്ന ഒരു വിശദീകരണം. ആചാരലംഘനം ഉണ്ടായി എന്ന ഔദ്യോഗികമായി ദേവസ്വം ബോർഡിനെ അറിയിച്ച നിലപാടിൽ തന്ത്രി ഉറച്ചു നിൽക്കുകയാണ്. ഇനി ദേവസ്വം മന്ത്രി ഇക്കാര്യത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നുകൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനത്തിൽ സംഘടനയ്ക്കുള്ളിൽ പൊട്ടിത്തെറി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന അബിൻ വർക്കിയും KM അഭിജിത്തും അതൃപ്തി പരസ്യമാക്കി. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അബിൻ വർക്കിക്ക് മറുപടിയുമായി രംഗത്തെത്തുകയും ചെയ്തു. ഞാൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിലവിൽ നേതൃത്വം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ ഉത്തരവാദിത്തത്തിൽ 100% നീതി പുലർത്തി പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അല്ല, ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് പാർട്ടി വേദിയിൽ പറയാം. തൽക്കാലം പുറത്ത് പറഞ്ഞ് അതിനെ മറ്റൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പറയാനുള്ള കാര്യങ്ങൾ നേതൃത്വത്തോട് പറയാം. കടുപ്പമേറിയ വാക്കുകളില്ലെങ്കിലും അബിൻ വർക്കിയുടെയും KM അഭിജിത്തിന്റെയും വാക്കുകളിൽ അതൃപ്തി പ്രകടനം. കേരളത്തിൽ പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് വ്യക്തമാക്കി ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന സൂചനയാണ് അബിന്റേത്. പാർട്ടി പ്രവർത്തനത്തിന്റെ പേരിൽ വന്ന കേസുകളും ചൂണ്ടിക്കാട്ടി വൈകാരിക പ്രതികരണം. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച ശേഷമായിരുന്നു KM അഭിജിത്തിന്റെ പ്രതികരണം. അബിൻ വർക്കിക്ക് മറുപടിയുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും. കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമല്ലോ, അതിനെന്താ കുഴപ്പം? കേരളത്തിൽ നിൽക്കട്ടെ. ഇപ്പൊ KC വേണുപോലെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലൊട്ടാകുണ്ട്. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളല്ല. അതൊന്നും ഞാൻ അല്ലല്ല അതിനൊന്നും മറുപടി പറയേണ്ട ആളല്ല ഞാൻ. 250 കേസുള്ള ആളെ ഞാൻ കാണിച്ചു തരാം. 250 കേസുള്ള യൂത്ത് കോൺഗ്രസ് വലിയ നേതാവൊന്നുമല്ല, പ്രവർത്തനം ഞാൻ കാണിച്ചു തരാം. തർക്കമുണ്ടെങ്കിൽ പരിഹരിക്കേണ്ടത് പാർട്ടി എന്നാണ് പുതിയ അധ്യക്ഷൻ OJ ജനീഷിന്റെ പ്രതികരണം. തീരുമാനം പുനഃപരിശോധിക്കില്ലെന്നും അബിന്റെ പരാതി ലഭിച്ചില്ലെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബ് വ്യക്തമാക്കി. 24 തിരുവനന്തപുരം.
യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പ് പോര് ശക്തം. ഐ ഗ്രൂപ്പ് വിയോജിപ്പ് ശക്തമാക്കിയതോടെ കോൺഗ്രസിലെ സംഘർഷം മറ നീക്കുകയാണ്. പാർട്ടി കൈപ്പിടിയിലാക്കാനുള്ള കെ സി വേണുഗോപാലിന്റെ ശ്രമത്തിനെതിരെ ഐ ഗ്രൂപ്പുകൾക്ക് കടുത്ത വിയോജിപ്പുണ്ട്. പാർട്ടിയിലെ പരമ്പരാഗത ശത്രുക്കളായ എ ഗ്രൂപ്പിനും ഐ ഗ്രൂപ്പിനും ഇനി ഒറ്റ എതിരാളി. പാർട്ടി ഒറ്റയ്ക്ക് കൈപ്പിടിയിലാക്കാനുള്ള കെ സി വേണുഗോപാലിന്റെ നീക്കത്തിനെതിരെ ഗ്രൂപ്പ് വൈരം മറന്ന് ഒന്നിക്കും. KSU, മഹിളാ കോൺഗ്രസ് എന്നീ സംഘടനകൾക്ക് പുറമെ യൂത്ത് കോൺഗ്രസിലും കെ സി വേണുഗോപാൽ പക്ഷം തലപ്പത്തെത്തി. മാനദണ്ഡം പരസ്യമായി ചോദ്യം ചെയ്യുകയായിരുന്നു ഹൈബി ഈഡൻ MP. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ പ്രസിഡന്റും രണ്ടാമത് വരുന്ന ആൾ വൈസ് പ്രസിഡന്റും ആവുന്നതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് യൂത്ത് കോൺഗ്രസ് ഓൾ ഇന്ത്യ കമ്മിറ്റി അതിൽ വിശദീകരണം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. രമേശ് ചെന്നിത്തലയുടെ ഒറ്റവരി മറുപടിയിലും കാണാം പ്രതിഷേധത്തിന്റെ ആഴം. അബിൻ വർക്കി പറഞ്ഞ ദേശീയ സെക്രട്ടറിയായി ഇല്ല എന്ന് പറഞ്ഞതിനെതിരെ KPCC അധ്യക്ഷൻ ഉദയഭാനു ചിബു അടക്കം വന്നിട്ടുണ്ട്. തീരുമാനം തിരുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു നിഷേധമല്ല. എന്ത് വരട്ടെ എന്നാണ്, നിലപാട് വരട്ടെ എന്നാണോ? അതിനിടെ പരസ്യ ഗ്രൂപ്പ് പോരിനെ പരിഹസിച്ച് കെ മുരളീധരനും രംഗത്തെത്തി. അങ്ങനത്തെ ഒരു ഗ്രൂപ്പൊന്നും പാർട്ടിക്കകത്തില്ല. പാർട്ടി 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ പഴയ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പരസ്യ വിഴുപ്പലക്കൽ നിയന്ത്രിക്കാൻ ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് ഇടപെടേണ്ടി വരും. 24 തിരുവനന്തപുരം. ED സമൻസ് വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് പിന്നാലെ നിലപാട് തിരുത്തി CPM ജനറൽ സെക്രട്ടറി MA ബേബി. മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് ലഭിച്ചെന്ന് താൻ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് പ്രതികരണം. വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്ത് കൂടുതൽ CPM നേതാക്കൾ പ്രതികരണങ്ങളുമായി എത്തി. വൈകാരികതയല്ല, മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് വേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് കിട്ടിയെന്ന് താൻ നേരത്തെ സ്ഥിരീകരിച്ചിട്ടില്ല. താൻ സ്ഥിരീകരിച്ചു എന്നുള്ളത് വ്യാഖ്യാനമാണ്. മുഖ്യമന്ത്രിയും താനും പറഞ്ഞതിന്റെ ഉള്ളടക്കത്തിൽ ആശയക്കുഴപ്പമില്ലെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി. അപ്പോൾ ഇത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ഇപ്പം മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടുകൂടി വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അസംബന്ധമാണെന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും എനിക്കും യാതൊരു സംശയവുമില്ല, വ്യത്യാസവുമില്ല. മുഖ്യമന്ത്രിയുടെ മകനെതിരായ ED സമൻസ് സംബന്ധിച്ച ചോദ്യങ്ങളോട് മുതിർന്ന നേതാവ് AK ബാലൻ ക്ഷുഭിതനായി. ആദ്യം പറഞ്ഞത് ED സമൻസ് അയച്ചത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നാണ്. ഇപ്പൊ പറയുന്നത് ലൈഫല്ല ലാവിലിനാണ് എന്നുള്ളതാണ്. ആദ്യം ഇതിലേതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക. വൈകാരികതയല്ല, മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് വേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞാൻ അറിയാൻ കഴിഞ്ഞത് മുകളിൽ നിന്ന് EDക്ക് നിർദ്ദേശം വന്നു, ഇനി അതുമായി പ്രൊസീഡ് ചെയ്യണ്ട എന്നാണ് ഇൻഫോർമലായി ഞാൻ അറിഞ്ഞത്. ശരിയാണോന്ന് എനിക്കറിയില്ല. ബോംബ് പൊട്ടുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും CPIM സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. 24 ഡൽഹി. സൈബർ അധിക്ഷേപങ്ങളിൽ CPM നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച G സുധാകരൻ. ആലപ്പുഴയിലെ പാർട്ടിയിൽ പൊളിറ്റിക്കൽ ഗ്യാങ് ക്രിമിനലുകൾ എന്നായിരുന്നു വിമർശനം. G സുധാകരൻ പാർട്ടിയുമായി ചേർന്നു പോകണമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സൈബർ അധിക്ഷേപങ്ങളിൽ നൽകിയ പരാതി പാർട്ടി അവഗണിച്ചെന്നും കുറ്റക്കാരെ സംരക്ഷിച്ചെന്നുമാണ് G സുധാകരന്റെ ആരോപണം. പൊളിറ്റിക്കൽ ഗ്യാങ് ക്രിമിനലുകളാണ് ആലപ്പുഴയിലെ പാർട്ടിയെ നയിക്കുന്നതെന്ന് കടന്നാക്രമണം. പേര് പരാമർശിച്ചില്ലെങ്കിലും അമ്പലപ്പുഴ ജനപ്രതിനിധി എന്നെടുത്തു പറഞ്ഞ H സലാമിനും ഒളിയമ്പ്. ഏത് പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ അടിയിൽ ആ വിഷയത്തെ പറ്റിയല്ല, മുൻകൂട്ടി തീരുമാനിച്ച് സംഘടിച്ച് ഒരു കൂട്ടം ആളുകൾ അത് ചീത്ത പറയുകയാണ്. ഞാൻ ഒരാളെ ആക്ഷേപിക്കുന്ന ഒരു പോസ്റ്റും ഇന്നുവരെ ഇട്ടിട്ടില്ല, ഇടാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ടല്ല, ഇതിപ്പോൾ ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇത് ക്രിമിനൽ പൊളിറ്റിക്കൽ ഗ്യാങ്ങാണ്. രാഷ്ട്രീയ പാർട്ടികൾ കടന്നുകൂടി ക്രിമിനലിസം പ്രാക്ടീസ് ചെയ്യുകയാണ്. രക്തസാക്ഷിയായ സഹോദരനെ പോലും വെറുതെ വിടുന്നില്ല. തന്നെ ഉന്മൂലനം ചെയ്യാനാണ് ശ്രമം. ആക്രമണങ്ങൾക്കിടയിലും പാർട്ടിയോടുള്ള ഇഷ്ടം കൂടുകയാണെന്നും G സുധാകരൻ പറഞ്ഞു. ആക്രമണം തടയേണ്ട സജി ചെറിയാനും S സുജാതയും അടക്കമുള്ളവർ ഇടപെട്ടില്ലെന്നും പരാതി. എന്തൊക്കെയാ വിളിച്ചു പറയും? ആ മരിച്ചുപോയ രക്തസാക്ഷിയായ അനുജനെ പോലും ആക്ഷേപിക്കുകയാണ്. ഇതിൻ്റെ കാര്യം വല്ല ഇവർക്കൊല്ലാം അറിയുമോ? സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലേ ഇവിടെ സജി ചെറിയാനെ വിദ്യാർത്ഥി ജീവിതം മുതൽ നമ്മൾ കൈ പിടിച്ചുകൊണ്ട് നടന്നതല്ലേ. സുജാതയില്ലേ കേന്ദ്ര കമ്മിറ്റി മെമ്പർ, സ്ത്രീയല്ലേ? ഇത് ചൂണ്ടിക്കാണിച്ചോ? ആലപ്പുഴയിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം ഒന്നും കാര്യം അവരെ അറിയിക്കാതെ പൊളിറ്റിക്കൽ ക്രിമിനലിസം അഴിഞ്ഞാടുകയാണ്. സൈബർ ആക്രമണങ്ങളിൽ തുറന്ന ചർച്ചയാവാമെന്നാണ് സജി ചെറിയാന്റെ പക്ഷം. G സുധാകരൻ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കണമെന്നും മന്ത്രി. അദ്ദേഹം പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. ഞങ്ങൾ അദ്ദേഹത്തെ വളരെ റെസ്പെക്ട് ചെയ്യുന്നു. പാർട്ടിക്ക് ഒരുപാട് സംഭാവന ചെയ്ത ആളാണ്. ഇതിലൊന്നും ഞങ്ങൾക്ക് ഒരു അഭിപ്രായവ്യത്യാസമില്ല.
വ്യക്തിപരമായി അദ്ദേഹത്തെ ആരെങ്കിലും ആക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമെങ്കിൽ അത് തുറന്ന മനസ്സോട് ചർച്ച ചെയ്യാൻ പാർട്ടി നേതൃത്വം തയ്യാറാണ്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ അംഗീകരിക്കത്തില്ല, അതൊക്കെ പരിശോധിക്കും. സജി ചെറിയാന്റെ പ്രസ്താവനയോട് പ്രതികരിക്കാൻ ജി സുധാകരൻ തയ്യാറായില്ല. 24 ആലപ്പുഴ. മുന്നണി വിപുലീകരിക്കാനുള്ള കോൺഗ്രസിന്റെ ഏകപക്ഷീയ നീക്കത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് അതൃപ്തി. LDF-ലെ ഒരു പാർട്ടിയെയും UDF-ൽ എത്തിക്കാൻ ചർച്ച നടക്കുന്നില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് മോൻസ് ജോസഫ് പറഞ്ഞു. മുന്നണിയുടെ അടിത്തറ വിപുലമാക്കുന്നത് നല്ലതാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം പ്രതികരിച്ചു. കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലെത്തിക്കാനുള്ള കോൺഗ്രസ് നീക്കങ്ങളിൽ അതൃപ്തി പരസ്യമാക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ നിലപാട് വ്യക്തമാക്കട്ടെ എന്നാണ് മോൻസ് ജോസഫിന്റെ പ്രതികരണം. മറ്റാരുടെയും പുറകെ പോയി വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ UDF-ന് പോകേണ്ട കാര്യമില്ല. ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരാദ്യം നിലപാട് വ്യക്തമാക്കട്ടെ. കേരള കോൺഗ്രസ് എമ്മിനെയും മറ്റൊരു വിഭാഗത്തെയും UDF-ൽ എത്തിക്കാൻ ശ്രമം നടത്തുമെന്ന അടൂർ പ്രകാശിന്റെ പ്രതികരണമാണ് മോൻസ് ജോസഫിനെ ചൊടിപ്പിച്ചത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം മാത്രമല്ല, അതുകൂടാതെ മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. പണ്ട് അച്യുതമേനോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് കോൺഗ്രസിന്റെ സഹായത്തോടെയാണ്. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായത് കോൺഗ്രസ് പിന്തുണ കൊണ്ടാണെന്നും CPI-ക്ക് അടൂർ പ്രകാശിന്റെ ഓർമ്മപ്പെടുത്തൽ. മുന്നണിയുടെ അടിത്തറ ശക്തിപ്പെടുത്തുന്നത് നല്ലതാണെന്നും സഹകരിക്കുന്നവരെ ഒപ്പം നിർത്തണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം പറഞ്ഞു. ജോസഫ് വിഭാഗം വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ മുന്നണി വിപുലീകരണ നീക്കങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടെ നീങ്ങാനാകും കോൺഗ്രസിന്റെ തീരുമാനം. 24 കോഴിക്കോട്. CPIM നേതാവും കുന്നംകുളം MLA-യുമായിരുന്ന ബാബു M. പാലിശ്ശേരി അന്തരിച്ചു. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 2006-ലും 2011-ലും കുന്നംകുളത്ത് നിന്നും MLA ആയിരുന്നു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടക്കും. പാർക്കിൻസൺസ് രോഗബാധയെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു ബാബു M. പാലിശ്ശേരി. ഇന്ന് രാവിലെ രോഗം മൂർച്ഛിച്ച് ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അന്ത്യം. 1995-ൽ UDF ശക്തികേന്ദ്രമായിരുന്ന കടവല്ലൂർ പഞ്ചായത്തിലേക്ക് കൊരട്ടിക്കര വാർഡിൽ നിന്നും വിജയിച്ചാണ് പൊതുപ്രവർത്തന രംഗത്ത് വരവറിയിച്ചത്. കുന്നംകുളത്തെ ഇടതുശക്തി കേന്ദ്രമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2006-ലും 2011-ലും കുന്നംകുളത്ത് വിജയിച്ചു കയറി. ഇരുമുന്നണികളെയും മാറി മാറി പരീക്ഷിക്കുന്ന പതിവ് കുന്നംകുളത്ത് മാറിയത് ബാബു M. പാലിശ്ശേരിയുടെ വരവോടെയാണ്. DYFI ജില്ലാ സെക്രട്ടറി, CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച ബാബു M. പാലിശ്ശേരി CPM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. നിയമസഭയിൽ ശ്രദ്ധേയമായ വിഷയങ്ങൾ അവതരിപ്പിച്ച ജനപ്രതിനിധിയായിരുന്നു ബാബു M. പാലിശ്ശേരിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അനുസ്മരിച്ചു. കൊരട്ടിക്കരയിലെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മൃതദേഹം സംസ്കരിക്കും. 24 തൃശൂർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപമുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ 71 പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി BJP. ഹിന്ദുസ്ഥാനി ആവാം മോർച്ച 6 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. CPIM-ന് RJD രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തു. ഇതോടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ CPIM-ൽ തൊട്ടു പിന്നാലെ പട്ടിക പിൻവലിക്കുകയും ചെയ്തു. 71 പേരുടെ BJP പട്ടികയിൽ 9 പേർ വനിതകൾ. ഉപമുഖ്യമന്ത്രിമാരായ വിജയ് സിൻഹയും സാമ്രാട്ട് ചൗധരിയും ഇടം നേടി. ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി താരാപൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. മുതിർന്ന പാർട്ടി നേതാവ് രാം കൃപാൽ യാദവ് ധനാപൂരിൽ നിന്നും, മുൻ ഉപമുഖ്യമന്ത്രി തർക്കിഷോർ പ്രസാദ് കതിഹാറിൽ നിന്നും ജനവിധി തേടും. 200-ലധികം സീറ്റുകളിൽ NDA വിജയിക്കുമെന്ന് റോഡ് വികസന മന്ത്രി നിതിൻ നബീൻ. We have already announced our seat combinations. 101 seat is BJP, 101 is JDU, 29 is Lojpa, then RLSP is also 6 seat and Hum is also 6 seat. That combination has already been announced by all the party. ബീഹാറിൽ ഇടത് പാർട്ടികൾക്കുള്ള സീറ്റിലും ധാരണയായി. CPIM-ന് രാജ്യസഭാ സീറ്റ് RJD വാഗ്ദാനം ചെയ്തു. 25 സീറ്റുകൾ നൽകാനും ധാരണയായി. 30 സീറ്റുകൾ വേണമെന്നായിരുന്നു CPIM-ന്റെ ആവശ്യം. CPI-ക്കും CPIM-നും ഇത്തവണ കൂടുതൽ സീറ്റുകളില്ല. CPI 6 സീറ്റിലും CPIM 4 സീറ്റിലും മത്സരിക്കും. അതിനിടെ 18 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തുവിട്ട CPIM-ൽ പിന്നാലെ പട്ടിക പിൻവലിച്ചു. സീറ്റ് ധാരണയിൽ മഹാസഖ്യത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വൈകുന്നതാണ് കാരണം. NDA-യിൽ സീറ്റ് ചർച്ചകളിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ സൗഹാർദ്ദപരമായി പരിഹരിച്ചുവെന്ന് ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പസ്വാനും വ്യക്തമാക്കി. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചരണത്തിൽ മേൽക്കൈ നേടാനാണ് BJP-യുടെ നീക്കം. അതേസമയം സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കിയെന്ന് പറയുമ്പോഴും മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുകയാണ്. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത VG 24.
കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കുമെന്ന് തമിഴക വെട്രിക്കഴകം. ഓരോ മാസവും 5000 രൂപ വീതം നൽകുന്നതുൾപ്പെടെയുള്ള സഹായങ്ങൾ ചെയ്യും എന്നാണ് പ്രഖ്യാപനം. കരൂർ ദുരന്തത്തിൽ TVK പറ്റി പരാമർശിക്കാതെ തമിഴ്നാട് നിയമസഭ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മാസം 5000 രൂപ, കുടുംബത്തിന് മെഡിക്കൽ ഇൻഷുറൻസ്, കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ പൂർണ്ണമായും ഏറ്റെടുക്കും. കുടുംബങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ പരിഗണിച്ച് സമയബന്ധിതമായി നടത്തിക്കൊടുക്കും. കരൂർ ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കുമെന്ന് ഉറപ്പു നൽകുകയാണ് തമിഴക വെട്ടിക്കഴകം. നേരത്തെ വിജയ് പ്രഖ്യാപിച്ച് 20 ലക്ഷം രൂപ ധനസഹായത്തിന് പുറമെയാണിത്. ഈ തുക ഉടൻ കരൂരിലെത്തി വിജയ് കൈമാറും. അതിനിടെ കരൂർ ദുരന്തത്തിൽ മരിച്ചവർക്ക് തമിഴ്നാട് നിയമസഭ അനുശോചനം രേഖപ്പെടുത്തി. 27/9/2025 அன்று கரூரில் நடத்தப்பட்ட அரசியல் பரப்புரை கூட்டத்தில் 41 பேர் உயிரிழந்த செய்தி அறிந்து இப்பேரவை அதிர்ச்சியும் ஆற்றொன்னா துயரமும் கொள்கிறது. இத்துயர சம்பவத்தில் உயிரிழந்தவர்களை இழந்து வாடும் அவர்தம் குடும்பத்தினருக்கு இப்பேரவை தனது ஆழ்ந்த இரங்கலையும் അനുതാപത്തെയും தெரிவித்துக் கொள்கிறது. TVKയുടെ പേര് പരാമർശിക്കാതെയാണ് ദുരന്തത്തെപ്പറ്റി സ്പീക്കർ പറഞ്ഞത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അന്ന് രാത്രി തന്നെ കരൂരിലെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചതായി അനുശോചന സന്ദേശത്തിലുണ്ടായിരുന്നു. 24 ചെന്നൈ. ദക്ഷിണേന്ത്യയിലെ മുൻനിര ബ്രാൻഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനിയായ ദ ബ്രാൻഡിംഗ് കമ്പനിയുടെ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. MLA തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. YMCA റോഡിലാണ് ഓഫീസ്. കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കേരളത്തിലെ മാധ്യമ സ്ഥാപന മേധാവികളും ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ദി ബ്രാൻഡിംഗ് കമ്പനി ദക്ഷിണേന്ത്യയിലെ നിരവധി ബ്രാൻഡുകളുടെ ബ്രാൻഡിംഗ് മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. അടുത്ത 2 വർഷത്തിനുള്ളിൽ കമ്പനിയെ 100 കോടി ടേൺ ഓവറിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് CEO സുനീഷ് പറഞ്ഞു. അടുത്ത ഘട്ടത്തിൽ ബംഗളൂരുവിലും പിന്നീട് ദുബായിലുമായിരിക്കും ദി ബ്രാൻഡിംഗ് കമ്പനിയുടെ ഓഫീസ് തുറക്കുക. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.